മീൻസ് ഈ 3 റേഷ്യോസിനാണ് മീൻസ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ എൻഫൈസൈസ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ. പക്ഷെ നമുക്ക് അവിടെ അതായിരുന്നു നമ്മൾ ഇന്നലത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ആ സെഷൻ്റെ ജസ്റ്റ് ചെറിയൊരു യൂട്യൂബ് വീഡിയോസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ലിങ്ക് ജസ്റ്റ് ഒന്നും കൂടെ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് ആ സെഷൻസ് പറ്റുന്ന സമയത്ത് ജസ്റ്റ് കാണുക. അല്ലെ ഈ പോയിന്റ്സ് ജസ്റ്റ് എടുത്ത് ChatGPT-യിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുകയും അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻസിലേക്കും അതിൻ്റെ ഒരു റിലവൻസ് എന്താണ്, എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ എബിറ്റ മാർജിന് മെഷർ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ആണ് ബിഫോർ കൺസിഡറിങ് ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ. ഓക്കെ, ഒരു എബിറ്റ മാർജിനൊക്കെ ഒരു സർവീസ് സെക്ടർ ബിസിനസ്സിലും അതേപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടർ ബിസിനസ്സിലും ഒക്കെ തന്നെ വാലിഡ് ആയിട്ടുള്ളൊരു കീ എലമെൻ്റ് ആണ്. അപ്പം ഇറ്റ്സ് പ്യുവർ ഓപ്പറേറ്റിംഗ് ഐറ്റത്തിൽ തന്നെ അവിടെ മീൻസ് നോൺ ക്യാഷ് ഫ്ലോസ് ഒന്നും ഉള്ളതൊന്നും കൺസിഡർ ചെയ്യാതെ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയുണ്ട്, ആ ഫേം എത്രത്തോളം പ്രോഫിറ്റബിൾ ആണെന്ന് വെച്ചൊക്കെ ചെക്ക് ചെയ്യാൻ ഈ ഡിഫറെൻറ്റ് ഇയേഴ്സിലെ എബിറ്റ മാർജിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഇന്നലെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആണ്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് റിയൽ ഓണേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് കിട്ടാനാണ് ചാൻസ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി സാധ്യതയാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളതാണ് ഇക്വേഷൻ. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻ സിംപ്ലി നെറ്റ് സെയിൽസ്. അത് ഒരു ഹയർ പെർസെൻറ്റേജ് കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഇതിനനുശേഷം അതേപോലെ തന്നെ EBIT എന്നുള്ളത് നെറ്റ് സെയിൽസ് ഓൾ എക്സ്പെൻസസ് മൈനസ് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. EBIT ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്, EBIT ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് മാനുഫാക്ചറിങ് കമ്പനീസിന്, മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് നമുക്ക് കമ്പയർ ചെയ്യാനൊരു അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയലിൻ്റെ ഒരു ഏജ്, അവരുടെ ഡിപ്രീസിയേഷൻ ലെവലും കൂടിയൊക്കെ കമ്പയർ ചെയ്യാൻ ഇവിടുത്തെ EBIT-യും അതേപോലെ തന്നെ എബിറ്റ മാർജിനും കൂടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു റേഷ്യോസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ജസ്റ്റ് നമ്മളതൊരു പ്രോബ്ലം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാം പോയിന്റ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുമായിട്ട് കൺസേൺ അല്ലെ കോറിലേറ്റ് ചെയ്യുന്ന കുറച്ച് റേഷ്യോസും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത്ര ഇമ്പോർട്ടൻസ് പറയുന്നില്ല, പക്ഷേ ക്വസ്റ്റ്യനിൽ എപ്പോഴും വരുന്നത് തന്നെയാണ്. അതിലെ ഒരു റേഷ്യോയാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ളത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു റേഷ്യോസ് ആണ്. അപ്പം ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസസും ഡിഡക്റ്റ് ചെയ്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. Just gross profit ratio is a percentage of revenue from operation is computed to have an idea about the gross margin. ഒരു കാരണം ഇവിടെ ജസ്റ്റ് ഇത്രയോ നോക്കുന്നുള്ളൂ. ഒരു ഫേമിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ളത് പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസ്, അതിനെ സെയിൽസ് നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ സെയിൽസ് നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവോ ആ പ്രോഫിറ്റും നെറ്റ് റവന്യൂ, ദാറ്റ് മീൻസ് നെറ്റ് സെയിൽസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതായത് എത്രയാണ് നമ്മളുടെ സെയിൽസ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു എന്തായിരുന്നു ആ ഒരു സെല്ല് ചെയ്ത പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സെല്ല് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഒരു കോസ്റ്റ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അത് തമ്മിലൊരു കമ്പാരിസൺ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. GP എപ്പോഴും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു എക്സാമിന് ഉണ്ടാവാറുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് റവന്യൂ ഇൻറ്റു 100 ആണ്. ജസ്റ്റ് താഴെ നമുക്ക് ഒരു കാൽക്കുലേഷൻസ് ജസ്റ്റ് നോക്കാം. ഇത് കാൽക്കുലേഷൻസ് നമുക്ക് ഉണ്ടാവും മസ്റ്റായിട്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ജസ്റ്റ് ഒരു പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രയും തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് ഓപ്പറേഷൻ ഇൻറ്റു 100. ദെൻ ഇനി നമുക്ക് വേണ്ടത് കാൽക്കുലേറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോസ് ആണ്. ഇവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ക്യാഷ് ഒരു 25,000 ഉണ്ട്, ക്രെഡിറ്റ് ഒരു 75,000 ഉണ്ട്. രണ്ടും റവന്യൂ തന്നെയാണ്.
ഇനി പർച്ചേസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പർച്ചേസ് ഒരു 15ൻ്റെ പർച്ചേസ് ക്യാഷ് പർച്ചേസ് ഉണ്ട്, ഒരു 60,000 രൂപയുടെ ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ പർച്ചേസ് ഉള്ളത് 75,000 ഉണ്ട്. ഒരു ക്യാരേജ് ഇൻവേർട്സ് ഉണ്ട്, ഒരു 2,000 വരുന്നുണ്ട്, 2,000 റുപ്പീസ്. അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറി ഉണ്ട് 25,000, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിക്രീസ് ഇൻ ഇൻവെൻട്രി തന്നിട്ടുണ്ട്. ഡിക്രീസ് ഇൻ ഇൻവെൻട്രി എന്നുള്ളത് ഓപ്പണിംഗ് വാല്യൂന്ന് ഒരു 10,000ൻ്റെ എന്തുണ്ട് ഡിക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി റിട്ടേൺ ഔട്ട്വേർഡ്സ് ഉണ്ടായിട്ടുണ്ട്. റിട്ടേൺ ഔട്ട്വേർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒരു 2,000 റുപ്പീസിൻ്റെ റിട്ടേൺ ഔട്ട്വേർഡ്സ് ഉണ്ട്. ദെൻ വേജ് നമുക്ക് തന്നിട്ടുണ്ട്. വേജ് എന്നുള്ളത് നമ്മളിത് പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ 2,000. പിന്നെ വേജ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഒരു 5,000 റുപ്പീസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സാലറി അപ്പോൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടതില്ല, കാരണം സാലറി ഒരു ഇൻഡയറക്റ്റ് ഐറ്റം ആണ്. അപ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യേണ്ടത് ഇല്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ, ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് വൺ നമുക്കൊന്ന് നോക്കണോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് കേസിലൊക്കെ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് വയ്ക്കുക. പിന്നെ അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കാൽക്കുലേഷൻസ് നമുക്ക് വർക്ക് ചെയ്യുകയോ നോക്കുകയും ചെയ്യാം. അപ്പോൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, മീൻസ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഗ്രോസ് റവന്യൂ ആണ്. ടോട്ടൽ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. റവന്യൂ എന്നുള്ളത് ക്രെഡിറ്റ് പ്ലസ് ക്യാഷ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ടോട്ടൽ സെയിൽസ് എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ടോട്ടൽ സെയിൽസ് എന്നുള്ളത് ഇവിടെ 25 പ്ലസ് 75 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh റുപ്പീസ് ആണ് ടോട്ടൽ സെയിൽസ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ലെവൽ വേണ്ടത് നെറ്റ് പർച്ചേസ് ആണ്. ഇപ്പോൾ ഈ ഫോമിൽ നെറ്റ് പർച്ചേസ് എന്താണെന്നുള്ളത്, നോർമലി പർച്ചേസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ക്യാഷ് പർച്ചേസ് 15 തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് 60 തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നെറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു റിട്ടേൺ തന്നിട്ടുണ്ട്. ആ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ്സ് ഉണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്നുള്ളത് ഇറ്റ്സ് പർച്ചേസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണെന്ന് ഓർത്ത് വയ്ക്കുക. റിട്ടേൺ ഇൻവേർഡ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. റിട്ടേൺ ഇൻവേർഡ്സ് എന്നുള്ളത് നമ്മൾ സെല്ല് ചെയ്ത സാധനം തിരിച്ചു വരുന്നതാണ്. റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്നുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്തത് തിരിച്ചു കൊടുക്കുകയും, റിട്ടേൺ ഇൻവേർഡ്സ് സെയിൽസിന് അഗെയിൻസ്റ്റ് ആണ്, സെയിൽ ചെയ്ത സാധനം തിരിച്ചു വരിക എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്, നെറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രോബ്ലം ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത്തരം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, ഇപ്പോൾ ദെൻ ഇവിടെ നമുക്ക് ക്യാഷ് പർച്ചേസ് 15 ഉണ്ട്, പ്ലസ് ഒരു 60,000 റുപ്പീസിൻ്റെ നോൺ ക്യാഷ് പർച്ചേസ് ഉണ്ട്, മീൻസ് ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. അത് ടോട്ടൽ പർച്ചേസിലേക്ക് വരും. മൈനസ് അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു റിട്ടേൺ ഔട്ട്വേർഡ്സ് ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ പർച്ചേസ് എന്നുള്ളത് 73,000 ആണ്. ഓക്കെ, 73,000 ആണ് ടോട്ടൽ പർച്ചേസ്. ഓക്കെ, ദെൻ ഇനി പക്ഷേ നമുക്കിവിടെ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടത് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് നമ്മൾ സെല്ല് ചെയ്ത യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയെന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, ഒന്ന് ഈ 73 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പർച്ചേസ് ഉണ്ട് 73. പിന്നെ ഇൻവെൻട്രി ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന 10,000 റുപ്പീസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ല് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ആ ഒരു 10,000 കൂടെ ആഡ് ചെയ്യണം. ഇനി ഓപ്പണിംഗ് ബാലൻസ് എക്സ്ട്രാ ഉണ്ട്, ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിഡക്റ്റും ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഒരു ഇൻവെൻട്രി ഇൻക്രീസ് ചെയ്തു, ദാറ്റ് മീൻസ് നമുക്ക് പർച്ചേസ് ചെയ്ത സാധനം ഈ വർഷം സെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. പക്ഷെ ഇവിടെ നമുക്ക് ഇൻവെൻട്രി ഇതാണ് ഡിക്രീസ് ചെയ്തതാണ്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇൻവെൻട്രി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓപ്പണിംഗ് ബാലൻസ് അടക്കം നമ്മൾ ഈ വർഷം സെല്ല് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, ഇതോടൊപ്പം ആഡ് ചെയ്യുന്നു. പ്ലസ് ഒരു 2,000 വരുന്നുണ്ട്. ആ 2,000 എന്നുള്ളത്
ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദാറ്റ് മീൻസ് ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത സമയത്ത് അത് കയറ്റി ഇറക്കുന്ന സമയത്തൊക്കെ നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. പ്ലസ് ഒരു 5,000 റുപ്പീസ് ഉണ്ട്. ആ 5,000 എന്നുള്ളത് നമ്മുടെ വേജ് ആണ്. 5,000 വരുന്നത് എമൗണ്ട് വേജ് ആണ്. 5,000 വേജും ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ടോട്ടൽ ആ ഒരു 1 lakh റുപ്പീസ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയിരുന്നോ ആ എക്സ്പെൻസ് വന്നത്? ഷേല ആ ഒരു അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഷെഹൽ ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ജസ്റ്റ് അതിന് ശേഷം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ 1 lakh മൈനസ് കോസ്റ്റ് 90,000. കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുക. ദെൻ അവർ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 10,000 ആൻഡ് ദെൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു 10,000 ഡിവൈഡഡ് ബൈ 10,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. ദാറ്റ് ഇസ് 10% ആണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വരിക. ഒരു ഫേമിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 10% ആണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കില്ല. കാരണം അതിനുശേഷം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ട്രീറ്റ് ചെയ്യാനുണ്ട്, ഫിനാൻസിങ് എക്സ്പെൻസസ് ട്രീറ്റ് ചെയ്യാനുണ്ട്, ദെൻ അതേപോലെ ഡിപ്രീസിയേഷൻസ് ഒക്കെ വരാനുണ്ട്. ഡിപ്രീസിയേഷൻസ് എല്ലാം ട്രീറ്റ് ചെയ്യാനുണ്ട്, ടാക്സേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 10% എന്നുള്ളത് ഗ്രോസ് പ്രോഫിറ്റിലെ 10% ഒരു ഹ്യൂജ് എമൗണ്ട് അല്ല, ഹ്യൂജ് പ്രോഫിറ്റബിലിറ്റി അല്ല. മിനിമം ഒരു 30% എങ്കിലും വേണം. പക്ഷേ ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ കാൽക്കുലേഷൻസ് ആയിട്ടാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് എഴുതിയ സമയത്ത് എനിക്ക് ജസ്റ്റ് ഒരു ഓർമ്മയുണ്ട് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളത്. സയാൻ ഓർക്കുന്നുണ്ടോ? ഈ പ്രോബ്ലം കണ്ടിട്ടുണ്ടായിരുന്നോ? വന്നായിരുന്നോ സയാൻ എഴുതിയ സമയത്ത്? ഓക്കെ. അല്ല, ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഓർക്കുന്നുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ടോ എന്നുള്ളത്? ഓക്കെ ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. പക്ഷേ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സിലബസിൽ അങ്ങനെ പറയുന്നില്ല. കാരണം ഇത് ബേസ് റേഷ്യോ ആയതുകൊണ്ടാണ് പറയാത്തത് ചിലപ്പോൾ. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പക്ഷേ ഇത്രയും കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല കേട്ടോ. കുറച്ചും കൂടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. പക്ഷെ എന്നാലും നമുക്ക് ഈ ആ ഓക്കെ. അതായത് മൊത്തം നമുക്ക് 2 hours എക്സാം ആണ് ഉണ്ടാവുക. അറൗണ്ട് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം 2 marksന്റെ ക്വസ്റ്റ്യൻസ് വരും. എന്നാലും നമുക്ക് 92 ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ടാവും അറ്റൻഡ് ചെയ്യാൻ. പക്ഷേ അപ്പോൾ ഇവൻ ഇനി 100 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു ക്വസ്റ്റ്യന് ഒരു 1 minute പ്ലസ് കുറച്ച് സമയം കൂടെ നമുക്ക് ഉണ്ടാവും. അതാണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന സമയം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് സമയം മാനേജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഇത്രയും വേ ഒന്നും എഴുതാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് പെട്ടെന്ന് ഗ്രോസ് പ്രോഫിറ്റ് പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദിസ് മച്ച് 1 lakh അല്ലെങ്കിൽ 2 lakh ഡിവൈഡഡ് ബൈ അതിൻ്റെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. ഒരു വർഷം നമുക്ക് സെയിൽസ് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ വർഷം പർച്ചേസ് ചെയ്തത് മാത്രമല്ല, ഇതിന് മുൻപേത്തെ വർഷത്തെ പർച്ചേസും നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ഈ വർഷത്തെ നമ്മുടെ പർച്ചേസും അതേപോലെ തന്നെ ഈ വർഷം എന്തെങ്കിലും ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയും ചെയ്ത എമൗണ്ട് ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവുക. അപ്പം നോർമലി ആ 2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇത് ഇത്രയും ലെങ്ത് ഉള്ള പ്രോബ്ലം അല്ല, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ട്. പക്ഷേ നമ്മുടെ മൈൻഡിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് പക്കയായിരിക്കണം. നമുക്ക് അതിലൊരു കൺഫ്യൂഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹറിബറി ആയി പോവും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിചാരിക്കും എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ റോങ് ആയി പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. വെറുതെ എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ PMS മാനേജർ എക്സാം എഴുതി, ഞാൻ പാസ്സായില്ല. അത് എനിക്ക് ഇതേപോലെ പ്രോബ്ലം ചെയ്യാൻ പോയപ്പം അവിടെ മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ ഇല്ല, കാൽക്കുലസ് ആണുള്ളത്. അപ്പോൾ തന്നെ എനിക്കത് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയ പോലെയായി. പക്ഷേ എനിക്ക് അപ്പം എറൗണ്ട് എന്നാലും ഒരു 50 അടുത്ത് മാർക്കൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ ജസ്റ്റ് കുറേ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തെറ്റിയിട്ട് നെഗറ്റീവ് മാർക്കൊക്കെ വന്നിട്ടാണ് എക്സാം കയ്യിൽ നിന്ന് പോയത്. അപ്പം
അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ട് തന്നെ പോവുക. തിയറി ഏരിയാസ് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്ത് നമുക്ക് പ്രോബ്ലം ഏരിയയിലേക്ക് നല്ല സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, നല്ല പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ. സ്ട്രോങ് ആവണം. കാരണം ഒരു 30-40 ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ആയിരിക്കും. റേഷ്യോസും അതേപോലെ റേഷ്യോസ് തന്നെ മെയിൻ റേഷ്യോസും പ്ലസ് വാല്യുവേഷൻ എന്നുള്ള കുറച്ച് പ്രോബ്ലംസും വരും. ഇത് രണ്ടും കൂടെ അറൗണ്ട് ഒരു 30-40 വരും. അപ്പോൾ ആ 30-40% ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി തിയറി മാത്രം നോക്കിയിട്ട് നമുക്ക് പാസ്സാവാമെന്ന് നമ്മുടെ ഒരു മൈൻഡിൽ ഒരിക്കലും ഉണ്ടാവരുത്. അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം അതുകൊണ്ടാണ് ശരിക്കും ബികോം സ്റ്റുഡൻസിന് ഇത് ഭയങ്കര ഈസിയാണ്. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞിട്ട് പലർക്കും അതത്ര മനസ്സിലാവാത്തത്. കാരണം അവർ ഓൾറെഡി ഈ റേഷ്യോസ് എല്ലാം അവർ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ ഒരു സെമ്മിൽ, 5th സെമ്മിൽ. പക്ഷേ അത് നമ്മളിപ്പോൾ പലരോടും പറഞ്ഞിട്ടും നമ്മൾ സെഷൻസ് എടുക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പറഞ്ഞാലും ആ സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ പിന്നീട് അവർ ഡള്ളായി പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഡെഫിനറ്റ്ലി വരും. ഈ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ആൾക്കാർ വരും തന്നെ നമ്മൾ വിചാരിക്കണേ. ഓക്കെ. അല്ല ശരി, ഒരു ഏർലി സ്റ്റേജിൽ കുറെ പേര് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി വേണേൽ സെബി രജിസ്ട്രേഷനിലേക്കൊക്കെ ട്രൈയും ചെയ്യാമല്ലോ, ഒരു MCOMO അല്ലെ MBA ഒക്കെ കയ്യിലുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് ജസ്റ്റ് നോക്കി വെക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു നോക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വോയിസ് ഇട്ടാൽ മതി. പിന്നെ ഈ വീഡിയോ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടേക്കാം. അത് നമ്മളങ്ങനെ വേറെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ജസ്റ്റ് ഇത് റെഫർ ചെയ്യുന്നവർക്ക് മാത്രമല്ല ഇത് മനസ്സിലാവും. പിന്നെ അത് ആരും കൂടുതൽ പേര് കാണാനൊന്നും പോകുന്നില്ല. കാരണം ഇത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചാനലാണല്ലോ. പക്ഷേ അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും റെഫർ ചെയ്യണേ ജസ്റ്റ് അതെടുത്തുനിന്ന് റെഫർ ചെയ്യാം. പിന്നെ ഈ റേഷ്യോസ് തന്നെ ജസ്റ്റ് ChatGPT-യിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരും. ഇതിങ്ങനെയാണ്, ഇതിന് ഇൻ്റർപ്രിട്ടേഷൻസ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സാമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ചിലപ്പം ഇത് റിലേറ്റും ചോദിക്കുമോ എന്നുള്ളതല്ല, ജസ്റ്റ് ഇതിനെ കണക്ട് ചെയ്യുന്ന റേഷ്യോസ് തന്നെയാണ്. ജസ്റ്റ് എന്താണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ, ജസ്റ്റ് സിനാനും ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയേക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോസ് ഉദ്ദേശിക്കുന്നത് ഇതാണ്. മീൻസ് ഒരു ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസുമായിട്ടുള്ള കമ്പാരിസൺ ആണ്. ആ കമ്പാരിസൺ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു കോസ്റ്റ് സൈഡ് മാത്രമാണ്, പ്രോഫിറ്റ് സൈഡ് അല്ല ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അതിന് പകരം സെയിൽസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോസിൽ എടുക്കുന്നത്. ഓക്കെ, ഈ റേഷ്യോസ് എവിടെയാണ് നമുക്ക് റിലവൻ്റ് ആവുക എന്ന് ചോദിച്ചാൽ, ഇതിന് ഓപ്പോസിറ്റ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇറ്റ്സ് നോട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഒരു അറൗണ്ട് ഒരു 75 ആണെന്ന് തന്നിട്ടുണ്ട്, 75%. ഓക്കെ, ഈ വാല്യൂ തന്നിട്ട് നമ്മളോട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ലീഡ് വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരാൻ സാധ്യതയുണ്ട്. കാരണം അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോൻ്റെ ഇത് മനസ്സിലാവുക. ഓപ്പറേറ്റിംഗ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ക്ലിയർ? ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്ലസ് ഓപ്പറേറ്റിംഗ് അതർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പെൻസ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ ടോട്ടൽ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കൂടെ വരുന്ന ടോട്ടൽ വാല്യൂ ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ടോട്ടൽ എക്സ്പെൻസ്, ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് സൈഡിലുള്ള ടോട്ടൽ എക്സ്പെൻസ്. അപ്പം ഓപ്പറേറ്റിംഗ് സൈഡിലുള്ള ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്സ്റ്റ് സൈഡ്, കാരണം ടോട്ടൽ പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് എന്നുള്ളത് നമുക്കറിയാലോ. പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് എന്നുള്ളതാണ്, ദാറ്റ് ഈസ് 100%. ആ 100%ൻ്റെ ഒരു 60% അല്ലെങ്കിൽ 65% ഈസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓക്കെ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. അങ്ങനെയാണ് ബാലൻസ് ഉള്ള എമൗണ്ട് എന്നുള്ളത്, ബാലൻസ് ഉള്ള ഏരിയാസ് എന്നുള്ളത് നമുക്ക് എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്.
അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഓർത്ത് വെക്കുക. ഇപ്പോൾ ഒരു റേഷ്യോസ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എടുക്കാം. ഇപ്പോൾ ഒരു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ നമുക്ക് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് 10% ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള 90% എന്താണ്? 90% നമ്മുടെ കോസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഒരു ബാക്ക് സൈഡിലേക്കും കൂടെ നമുക്ക് ഈ റേഷ്യോസിന് പോകാൻ പറ്റും. അപ്പോൾ അത്തരം ലോജിക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നോർമലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ മീൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് റവന്യൂ. ദാറ്റ് മീൻസ് ഇൻ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ഓഫീസ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഡിപ്രീസിയേഷൻ, എംപ്ലോയി ബെനിഫിറ്റ്, സാലറി, എല്ലാ പെർക്സിറ്റും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ആ ഒരു എമൗണ്ട്സ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം, ആ എല്ലാ എമൗണ്ട്സ് എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം അത് സെയിൽസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ റിമൈനിങ് പോർഷൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഷ്യോ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അപ്പം ഈ റേഷ്യോയിൽ നമുക്ക് കാൽക്കുലേഷൻസ് എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ ദിസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ഇക്വേഷൻസ് ഉണ്ട്. ഒരു ഇക്വേഷൻസ് ഉള്ളത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, നമ്മൾ നോർമലി ഡയറക്റ്റ്ലി ഉള്ള കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. അതല്ല, ഈ ഡയറക്റ്റ് ഇക്വേഷൻസ് ഉണ്ട്, അതേപോലെ മറ്റൊരു ഇക്വേഷൻസ് ഉള്ളത് മീൻസ് റെസിജ്വൽ ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞോണം 100 ഓപ്പറേറ്റിംഗ് റേഷ്യോ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആയിരിക്കും. അത് നമ്മുടെ മൈൻഡിൽ വേണം. ക്ലിയർ? സിയാന ഓക്കെ ആയിരുന്നോ? ഓക്കെ, സിയാൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു. കുറച്ചൊരു കരകര ശബ്ദമാണ് വരുന്നത്. ഓക്കെ, ഷെഹല ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നില്ലേ? ഷെഹല ഇത് ക്ലിയർ ആയിരുന്നില്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ള കോൺസെപ്റ്റ് അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നോ? യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അങ്ങനെ നോക്കാറുണ്ടായിരുന്നോ? മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കാറുണ്ടായിരുന്നില്ലേ? അതെ. അപ്പോൾ ജസ്റ്റ് ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ സെയിൽസും മാർജിനും ആയിട്ട് എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ കമ്പാരിസൺ ആണ്. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഇതാ ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ തരും, വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ഈ ഒരു സർട്ടൻ ഐറ്റംസ് തന്നിട്ട് അവിടെ ഐറ്റംസ് ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ആയിരിക്കും. അതാണ് ഒരു കണക്ഷനും ഉണ്ടാവില്ല. പക്ഷെ അതിനിടയിൽ എവിടെയെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടാവും ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു സർട്ടൻ പെർസെൻറ്റേജ് 70%. പക്ഷെ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മൾ ആ നമ്പേഴ്സ് ഒക്കെ എടുത്ത് കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കും. പക്ഷെ ആൻസേഴ്സ് ഈസ് വെരി സിമ്പിൾ. 100 മൈനസ് ആ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആയിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, അതാണ് 30% അല്ലെങ്കിൽ 40% എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കുറച്ച് 10-20 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകും. പക്ഷേ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകരുത് എന്നുള്ളതാണ് ഈ എക്സാമിൻ്റെ ഒരു സെനാരിയോ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ നമ്മുടെ ടൈം പോവാന്നല്ലാതെ വേറെ ഒരു വഴി ഉണ്ടാവില്ല അതിൽ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇൻ കേസ് അതേപോലെയല്ല നമുക്ക് നോർമലി ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ നേരത്തെ നെറ്റ് റവന്യൂ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളവിടെ എന്തും കൂടെ കൺസിഡർ ചെയ്യും. ഗ്രോസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമല്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ
അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഉണ്ട്, സാലറി വരുന്നുണ്ട്, അതേപോലെ ഓഫീസ് എക്സ്പെൻസസ് വരുന്നുണ്ട്, ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. അപ്പം അങ്ങനെ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത, ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത എല്ലാ ഓപ്പറേഷണൽ എക്സ്പെൻസസും നമ്മൾ കൺസിഡർ ചെയ്യും. ആ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓപ്പറേഷൻ റവന്യൂ എന്ന്, നോർമൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അവൈലബിൾ ആവും. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് സെയിൽസ്, നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അവൈലബിൾ ആവും. നോർമലി നമുക്കത് റേഷ്യോസ്, അത് ഇനി അത് തന്നെ നമുക്ക് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് റേസ് ടൂവിൽ എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചാൽ മതി. ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് 3.4. കോസ്റ്റ് മീൻസ് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് തന്നു, പിന്നെ അതിനുശേഷം സെല്ലിംഗ് എക്സ്പെൻസ് തന്നു, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നു. ദെൻ എന്ത് ചെയ്യാൻ നമ്മളോട് ഗ്രോസ് പ്രോഫിറ്റും അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോസും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാൻ. നോർമലി ഈ സെല്ലിംഗ് എക്സ്പെൻസസും അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ജസ്റ്റ് ആ ഒരു വേയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. 3 lakh മൈനസ് 1,25,000 ആണ്. നോർമലി 2,20,000 ഈസ് ദ ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ആ സമയത്ത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ 2,20,000 ഡിവൈഡഡ് ബൈ 3,40,000 ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ഫോമിനെ നോക്കുന്ന സമയത്ത് നല്ല പെർസെൻറ്റേജ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഈ ഫോമിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ട്, എന്ത് നല്ല നെറ്റ് പ്രോഫിറ്റിൻ്റെ സാധ്യത അവിടെ ഉണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു സാധ്യത ഈ ഫേമിൽ ഉണ്ടാവും ജസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ. പിന്നെ അതിനുശേഷം നമുക്ക് നെറ്റ് പ്രോഫിറ്റ്, നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ വേണം. നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിയില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എടുക്കുന്ന സമയത്ത് അവിടെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷനിലേക്ക് ഈ 80യും ഈ 40യും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. അത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ജസ്റ്റ് അതിനെ എന്നിട്ട് റേഷ്യോ ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നുള്ളത് 120 + 80 + 40 140 ഡിവൈഡഡ് ബൈ 340 ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ. ഒരു മിനിറ്റ്, ഇതിൽ ജസ്റ്റ് ഒരു ഇതുണ്ടല്ലോ, കാരണം എന്താ വെച്ചാൽ ഓക്കെ ഇത് ഓപ്പറേറ്റിംഗ്, ഒരു മിനിറ്റ്, ഇവിടെ ക്വസ്റ്റ്യനും ചോദിച്ചത് ഇവിടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്. അതിനുശേഷം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ 70 ആണ്, റിമൈനിങ് ഉള്ള 30 ആണ് നമുക്ക് എന്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഇനി ജസ്റ്റ് തിരിച്ചും ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്തോണ്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് 240 മൈനസ് ഇതെന്ന് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh കിട്ടും. 1 lakh ഡിവൈഡഡ് ബൈ 340 ചെയ്താലും മതി. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. അതെ, ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നുള്ളത് എക്സ്പെൻസ് ആണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ളത് പ്രോഫിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് തന്നെയാണ് ശരിക്കും നമ്മളുടെ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ EBITയും തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. അല്ല, EBIT അല്ല, EBIT ആണ് സെയിം ആണ്. അതായത് ഓപ്പറേറ്റിംഗ് റേഷ്യോയും EBITയും സെയിം ആണ്. അതേപോലെ തന്നെ ഇനി അതും എബിറ്റയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എബിറ്റ മാർജിനിൽ ഈ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യില്ല, പക്ഷെ ഇവിടെ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യും.
ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ളതിൽ ഡിപ്രീസിയേഷനും കൺസിഡർ ചെയ്യും. വേണ്ട, അത്രയും കൺഫ്യൂസ്ഡ് ആക്കണ്ട, നമുക്ക് ഈ രീതിയിൽ തന്നെ ജസ്റ്റ് ഇത് പ്രിപ്പയർ ചെയ്ത് പോവാം. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കൺസിഡർ ചെയ്യാത്തത് അല്ല, നമ്മൾ എബിറ്റയിൽ എടുക്കുന്നത് ടോട്ടൽ എക്സ്പെൻസസ്, അതായത് ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ എടുക്കും, ക്യാഷ് എക്സ്പെൻസ് മാത്രമാണ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യില്ല ഒരു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതെ 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 അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റിൽ എബിറ്റ മാർജിൻ്റെ കാൽക്കുലേഷനിൽ പ്രോഫിറ്റിൽ ഡിപ്രീസിയേഷനും ഇൻക്ലൂഡഡ് ആയിരിക്കും. കുറച്ചും കൂടി ഒരു ബിഗർ എമൗണ്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അവിടുത്തെ EBIT മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ്, EBITയിലേക്ക് വരുന്ന സമയത്താണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒരു ഓർത്ത് വെച്ചാൽ മതി, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കോമൺ ആയിട്ടുള്ള 1-2 റേഷ്യോസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. അതിലൊന്ന് ഇത് റിട്ടേൺ റേഷ്യോസ് തന്നെയാണ്. ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റേഷ്യോസ് ആണ് റിട്ടേൺ റേഷ്യോസ്. അപ്പോൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. പക്ഷേ നേരത്തെ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഷ്യോസ് എല്ലാം തന്നെ സെയിൽസും ആയിട്ടുള്ളൊരു കമ്പാരിസൺ ആയിരുന്നെങ്കിൽ ഇവിടെ റിട്ടേൺ റേഷ്യോസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റും അതേപോലെ തന്നെ എന്തുമായിരിക്കും, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ആയിട്ടുള്ള കമ്പാരിസൺ ആണ് നടക്കുന്നത്. ഈവൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്തുന്നത്. ആ ഒരു വാല്യൂ ആണ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ വരുന്നത്. ഇനി ജസ്റ്റ് അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അപ്പോൾ നമുക്ക് സെയിൽസ് നമ്മുടെ ഒരു മാറ്ററാണ്. സെയിൽസ് ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഓക്കെ, സെയിൽസ് ഇല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ കാര്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കോമൺ ആയിട്ട് നോക്കുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു കാര്യം എന്നുള്ളത് നമുക്കൊരു സർട്ടൈൻ നമ്മളുടെ ഒരു ഏർണിങ്, നമ്മളൊരു 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് അഗെയിൻസ്റ്റ് എന്ത് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ആണ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് അല്ലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓർ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ആണ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഓൾ ടാക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ബാലൻസ് ഉള്ളത്, ദാറ്റ് ഇസ് ദ നെറ്റ് പ്രോഫിറ്റ്. ദെൻ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് എന്നുള്ളത് ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ് ദാറ്റ് മീൻസ് റിസർവ് ആൻഡ് സർപ്ലസ്. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള എമൗണ്ട് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് വരുന്ന പ്രോബ്ലംസ് ഉണ്ട്, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉള്ളത് എപ്പോഴും ഹയർ ആയിട്ടുള്ള ROE ആണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുക. ഇൻഡിക്കേറ്റ് ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മണി എന്നുള്ളത് തന്നെയാണ് കോൺസെപ്റ്റ്. അപ്പം നമ്മളൊരു 20% ROE ഉള്ളൊരു ഫേം ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10-15% ROE തരുന്ന ഫേംസ് ആണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. പക്ഷെ അതിന് പകരം പലതും കുറച്ചും കൂടെ താഴെയാണെങ്കിൽ നമ്മൾ മറ്റ് ഫാക്ടേഴ്സും മറ്റ് പാരാമീറ്റേഴ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഹയർ ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. കാരണം എല്ലാ ഫേംസിലും നമുക്കിവിടെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യും. ആ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ കെയറും കൂടെ വേണ്ട ഒരു സെനാരിയോസ് ആണ്. അല്ലെങ്കിൽ ഇക്വിറ്റീസ് ക്യാപിറ്റൽ മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ഓണേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓണേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരു സാധനമാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡും നെറ്റ് വർത്തും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഡെപ്റ്റ് എലമെൻറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓണേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഡെപ്റ്റ് എലമെൻസും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടിയിട്ട് ലോൺ വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോൺ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ, അല്ല ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപേ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ക്യാപിറ്റൽ കിട്ടുന്നുണ്ടോ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഫേം റൺ ചെയ്യുന്നുണ്ട്. ആ ഫേം റൺ ചെയ്യുന്ന സമയത്ത് നോർമലി റിട്ടേൺ ഓൺ ഇക്വിറ്റി എടുക്കുന്ന സമയത്ത് അവിടെ എല്ലാ എക്സ്പെൻസും ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള
എമൗണ്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ സെർട്ടൈൻ സെനാരിയോസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കാൻ പറ്റണമെന്നില്ല. കാരണം ഒരു ഫേം ഒരു ഏർലി സ്റ്റേജാണ്. ഏർലി സ്റ്റേജിൽ നമുക്ക് എന്തായാലും കുറച്ച് ലോണൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലോണിന് എന്തായാലും ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ആ നമ്മൾ പേ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ടിന് മുൻപേ നമുക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ട്, ആ പ്രോഫിറ്റ് നമ്മളുടെ എന്താണ്, നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എംപ്ലോയിഡിന് ഈക്വൽ ആയിട്ടുള്ളൊരു റെസ്പോൺസ്, ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ബിൽഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ഇവിടെ നോർമലി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ലെൻഡേഴ്സ് അതായത് ലോണും എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ഇൻക്ലൂഡഡ് ആണ്. ജസ്റ്റ് ഫോർമുല ഒന്ന് നോക്കാം. EBIT നമുക്കറിയാം, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ടാക്സ് കൊടുത്തിട്ടില്ല, ഇൻട്രസ്റ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദിസ് പ്രോഫിറ്റ് ആണ്, പക്ഷേ ആ പ്രോഫിറ്റിൽ എന്താണ് ടാക്സും ഇൻട്രസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളത് ഇൻ സിംപ്ലി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ഡെപ്റ്റ് എമൗണ്ട്സ് ആണ്. നമുക്ക് ഏതെങ്കിലും ലോൺ ഉണ്ട്, അതെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു ലോണൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കൂടെ ഇൻക്ലൂഡഡ് ആണ്. ജസ്റ്റ് താഴെ കാൽക്കുലേഷൻസ് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് വേയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്നുള്ളത് ടോട്ടൽ അസറ്റ് മൈനസ് ലാബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് ലാബിലിറ്റീസ് ആണ്. ഇൻട്രസ്റ്റ് ബിയറിംഗ് അല്ല, നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് ലാബിലിറ്റീസ് ആണ്. ഇനി അതല്ല ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്നുള്ള രീതിയിൽ ഇക്വിറ്റി ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് ഷോർട്ട് ടേം ഡെപ്റ്റ്, അത് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഇനി ചില ബുക്സിൽ നമുക്ക് ഷോർട്ട് ടേം ഡെപ്റ്റ് കൺസിഡർ ചെയ്യാതെയും ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് കോമൺ അക്സെപ്റ്റഡ് മെത്തേഡ് എന്നുള്ളത് ഇക്വിറ്റി പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ള വേർഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ഡെപ്റ്റ് ആണ്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഡെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ EBIT എന്താണെന്ന് അറിയണം. EBIT ചിലപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി EBIT നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി EBIT കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് EBITDA എന്നായിരിക്കും. EBITDA ഇത്ര തന്നിട്ടുണ്ടാവും, അല്ലെ EBITDA മാർജിൻ ഇത്ര തന്നിട്ടുണ്ടാവും. ആ EBITDA മാർജിന് EBITDA ഫൈൻഡ് ചെയ്ത് EBITന്ന് നോർമലി നമ്മൾ ഡിപ്രീസിയേഷനോ അല്ലെങ്കിൽ അമോർട്ടൈസേഷനോ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് നമുക്ക് EBIT കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ EBITന്ന് നോർമൽ EBIT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഇക്വിറ്റി പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് ഷോർട്ട് ടേം. സെർട്ടൈൻ കേസിൽ ഷോർട്ട് ടേം ഉണ്ടാവാറില്ല, ലോങ് ടേം ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ സെർട്ടൈൻ കേസിലാണെങ്കിൽ ഇവിടെ ജസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ കൂടി ഓർത്ത് വയ്ക്കുക. ടോട്ടൽ അസറ്റ് മൈനസ് കറന്റ് ലാബിലിറ്റീസ് ആണ്. അപ്പോൾ നമുക്കറിയാലോ കറന്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ഷോർട്ട് ടേം ലാബിലിറ്റീസ് ആണ്. ആ ഷോർട്ട് ടേം ലാബിലിറ്റീസിൽ നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഏതെങ്കിലും ഷോർട്ട് ടേം ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒഴികെ എടുക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ തന്നെയായിരിക്കും, ഇക്വിറ്റി പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് ഷോർട്ട് ടേം ഡെപ്റ്റ് ആയിരിക്കും. കാരണം ടോട്ടൽ അസറ്റ് എപ്പോഴും ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലാബിലിറ്റി എന്നാണ്. ടോട്ടൽ ലാബിലിറ്റീസ് എന്നുള്ളത് നോർമൽ ഇക്വിറ്റി പ്ലസ് ലാബിലിറ്റി ആണ്. അപ്പോൾ ഇത് രണ്ടും ഈ ഇക്വേഷൻസ് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ടോട്ടൽ അസറ്റ് മൈനസ് കറന്റ് ലാബിലിറ്റി, അവിടെ നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് ആണ്. അതായത് ഷോർട്ട് ടേം ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴികെയുള്ള കറന്റ് ലാബിലിറ്റീസ് ആണ് ഇവിടുന്ന് ഡിഡക്ട് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ ഇക്വിറ്റി പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് ഷോർട്ട് ടേം ഡെപ്റ്റ് എന്നുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് റീകോൾ ചെയ്യുകയും ചെയ്യാം. പിന്നെ അതർ റേഷ്യോസ് എന്നുള്ളത് ഇതുമായി കണക്റ്റഡ് റേഷ്യോസ് ആണ്. പക്ഷേ ഇതെല്ലാം ഈ റേഷ്യോസ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോ തേർഡ് മൊഡ്യൂളിലാണ് തോന്നും, തേർഡ് മൊഡ്യൂളിൽ വരുന്ന റേഷ്യോസ് ആണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തതാണ്. ഏതെങ്കിലും നമുക്കൊരു എക്സ്ട്രാ ഒരു ഡിസ്കഷൻസ് ആവശ്യം വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് എന്ത് ചെയ്യുകയും ചെയ്യാം, എക്സ്ട്രാ ഡിസ്കഷൻ വരുന്നത് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏർണിംഗ് പെർ ഷെയർ നമുക്കറിയാം, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ് ഏർണിംഗ് പെർ ഷെയർ ആണ്. നമുക്കൊരു ഏർണിംഗ് പെർ ഷെയർ എന്നുള്ളത് നെറ്റ് പ്രോഫിറ്റും
നമ്മുടെ മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നെറ്റ് ഏർണിംഗ് പെർ ഷെയർ. ഓക്കെ, പിന്നെ അതേപോലെ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്നുള്ളത് ഫേമിൻ്റെ ബുക്ക് വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ബുക്ക് വാല്യൂയും അതേപോലെ ഷെയർസിൻ്റെ വാല്യൂ തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മളവിടെ എടുക്കുന്നത്. അതായത് ഒരു എസ്പെഷ്യലി ഈ ഫേം ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയർ ഹോൾഡേഴ്സിന് എന്ത് എമൗണ്ട് അവൈലബിൾ ആവും എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ ബുക്ക് വാല്യൂ എടുത്ത് നോക്കാം. പക്ഷേ അതിൽ ആ ഒരു തേർഡ് മൊഡ്യൂളാണെന്ന് തോന്നുന്നു. ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത് വെക്കണേ. തേർഡ് മൊഡ്യൂള് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഏർണിംഗ് പെർ ഷെയർ, പി റേഷ്യോ, അതേപോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോസ് ഒക്കെ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി സംഗീത നമ്മൾ ഇതിൽ യൂട്യൂബിൽ ഇതിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ആ വീഡിയോയും ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. എന്നിട്ട് നമുക്ക് അതിലൊരു ഫർദർ ഡിസ്കഷൻ എടുക്കാം. മൊഡ്യൂൾ വൈസ് ഇട്ടത്, ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. ഞാൻ ആ ലിങ്ക് ഒന്നും കൂടെ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഏർണിംഗ് പെർ ഷെയർ പി റേഷ്യോ എന്നുള്ളത് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ആണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഓക്കെ, ഞാൻ ഏർണിംഗ് പെർ ഷെയർ എന്നുള്ളത് ജസ്റ്റ് ഇത്ര ഉള്ളൂ. നെറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ കിട്ടും. അതിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഷെയറും EPSും നമ്മളെ കമ്പാരിസൺ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്കറിയാലോ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ. അതായത് ഒരു ഷെയർസ് ഒരു ഫെയർ വാല്യൂലാണോ ഇപ്പോൾ നിൽക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും ബേസ് റേഷ്യോ, എല്ലാം കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോസ് ആണ് പി റേഷ്യോ. അപ്പോൾ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്കറിയാം ഒരു 10% അല്ലെങ്കിൽ ഒരു 20% ഒക്കെ നമുക്ക് എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വാല്യൂന്ന് ഇയർലി റിട്ടേൺ കിട്ടുവാണെങ്കിൽ അത്തരം ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും നമ്മൾ എപ്പോഴും റെഡി ആവുക. അപ്പോൾ അതിൽ കൂടുതൽ റിസ്ക് എടുക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സോണിലുള്ള ഷെയർസിലായിരിക്കും. അപ്പോൾ അത് മാർക്കറ്റ് സെനാരിയോസ് അനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ പി റേഷ്യോസ് എന്നുള്ളത് എപ്പോഴും നമുക്കൊരു ബേസ് വാല്യൂ ആണ്. പക്ഷേ പി റേഷ്യോസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കാറ് എപ്പോഴും ഇൻഡസ്ട്രിയൽ പി റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്തും അറ്റ് മാർക്കറ്റ് റേറ്റുമായിട്ടുള്ള കമ്പാരിസൺസിലായിരിക്കും നമ്മൾ ഡിസിഷൻസ് എല്ലാം എടുക്കാറ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഇതൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് പി റേഷ്യോസിൻ്റെ ഒക്കെ നമുക്ക് ജസ്റ്റ് കുറച്ച് പ്രാക്ടിക്കലി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പി റേഷ്യോ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ആണ്, ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യുന്നത് ഇതാണ്. സിംപ്ലി നമുക്ക് ₹1 റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് വൈസ് എടുത്താലും കുഴപ്പമില്ല. മാർക്കറ്റ് പ്രൈസ് ഇത്ര ഉണ്ട്, നമ്മൾ ഇത്ര എമൗണ്ട് ആണ് നമുക്ക് EPS ഏർണിംഗ് പെർ ഷെയർ ആയിട്ട് വരുന്നത്. അപ്പോൾ നോർമലി ഏർണിംഗ് പെർ ഷെയറും ഇത് വലിയ ഡിഫറൻസ് ഉള്ള കമ്പനീസിനെ നമുക്ക് മറ്റ് ഫാക്ടേഴ്സൊക്കെ ഫേവറബിൾ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം എറ്റേണലൊക്കെ നോക്കുന്ന സമയത്ത് വലിയ EPS ആണുള്ളത്, വലിയ ഡിഫറൻസ് ആണുള്ളത്, ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷെ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് കൈല വാല്യൂഷൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ വാല്യൂഷൻ ഏതാണ്? അതെ, കാരണം എന്താ വെച്ചാൽ ഈ ലാസ്റ്റ് 1 ഇയറിൽ ആ പ്രൈസ് 100% ആണ് അപ്സൈഡിലേക്ക് പോയത്. പക്ഷെ അതിൻ്റെ എപ്പോഴാണ് നമുക്കതിൽ പണി കിട്ടുക എന്ന് ചോദിച്ചാൽ മാർക്കറ്റിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തുടങ്ങുമ്പോൾ ആ ഫണ്ട് പെട്ടെന്ന് താഴേക്ക് ഡ്രോപ്പ് ആവും. ഓക്കെ, പക്ഷെ അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്യുവർലി ഒരു പ്യുവർ വാല്യുവേഷനിലേക്ക് വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചാലും പോസിബിൾ ആവില്ല. പക്ഷേ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസസ് വന്നു കഴിഞ്ഞാൽ IT-യിലൊക്കെ സംഭവിച്ചോണം അങ്ങ് വരും. ഒരു 50% ഒക്കെ പെട്ടെന്ന് താഴേക്ക് വരുന്നത് കാണാൻ പറ്റും. ഏതിലാണ്? ഓക്കെ, ഓക്കെ. ഇതിൽ ഞാൻ ഇനീഷ്യലി തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടും ആ SIP എന്നുള്ള കോൺസെപ്റ്റാണ് ശരിക്കും എന്നെ മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന ഒരു മീൻസ് കോൺസെപ്റ്റ് എന്നുള്ളത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇത്ര നോക്കുക. ഒന്ന്, ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോ, അതായത് ഞാൻ ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട് അധികം കാര്യങ്ങൾ ചെയ്യാറില്ല, കുറച്ചും കൂടെ ലോങ് ടേമിലേക്ക് ഒരു 5 years 10 years എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ അല്ലുള്ളത്. അപ്പം ഇപ്പോൾ സംഗീതമൊക്കെ തരുന്ന ജസ്റ്റ് ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കും.
ഇപ്പോൾ ഏകദേശം ഒരു 10 മുതൽ 20-25 കമ്പനീസ് നമ്മളുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. അത് ഇപ്പോൾ ഉള്ളത് കൂടുതൽ ലാർജും പിന്നെ കുറച്ച് മിഡും കുറച്ച് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസും ഒക്കെ തന്നെയാണ് കൂടുതലുള്ളത്. കാരണം നമുക്ക് നോൺ ആയിട്ടുള്ള കമ്പനീസിനെ എടുക്കുക എന്നുള്ളത് കൊണ്ടാണ് മാർക്കറ്റ് റിലേറ്റഡ് കമ്പനീസിനെയൊക്കെ നമ്മൾ കുറച്ച് എടുത്തു വെച്ചത്. അപ്പം അത് നമുക്കറിയാം, ഒരിക്കലും നമ്മൾ ഒരു എടുത്തെന്ന് വിചാരിച്ചാൽ അത് ഒരു ഫെയർ വാല്യുവേഷൻ ആവണമെന്ന് ഒരു നിർബന്ധവും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഷെയർസിലേക്ക് തന്നെ ഒരു മൾട്ടിപ്പിൾ ടൈം എൻട്രി എടുക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഫസ്റ്റ് എൻട്രി എടുക്കാറ്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അഥവാ അടുത്ത മാസം ഷെയർ താഴെ പോയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഒരു 2 months കഴിഞ്ഞ് അതിലേക്ക് ചെറിയൊരു എമൗണ്ട് അലോക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഒരു 3 വർഷം കൊണ്ടൊക്കെ നമ്മൾ അക്വിസിഷൻ സ്റ്റേജ് എന്ന് പറയാം. ആ അക്വിസിഷൻ സ്റ്റേജ് കൊണ്ട് നമ്മൾ അത്യാവശ്യം ഷെയർസൊക്കെ പല പ്രൈസിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു 3 വർഷമൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് എത്തും. ഇനി ഇതല്ലാത്തൊരു ടൈപ്പ് ട്രേഡർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പി റേഷ്യോയും അല്പം ടെക്നിക്കലി ഉള്ള കാര്യങ്ങളും, ഇപ്പോൾ ഷെഹൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നോക്കാറ് ഇതേപോലെ വാല്യുവേഷൻസ് നോക്കും, പ്ലസ് അതിൻ്റെ ടെക്നിക്കൽ റേഞ്ച് എന്താ നോക്കിയിട്ടായിരിക്കും ഷെയർ എൻട്രി എടുക്കാറ്. ഓക്കെ ഓക്കെ. അതെ. ഓക്കെ. അതാണ് നമ്മൾ അതെ 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 അതെ. കാരണം ഓക്കെ ഓക്കെ. അല്ല, അതുകൊണ്ട് നമ്മൾ പീനെയൊക്കെ നമ്മൾ സംഗീത പറഞ്ഞോ. അല്ല അല്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആളുകളുടെ മാർക്കറ്റിലുള്ള ഒരു കോൺഫിഡൻസ് പ്രധാനപ്പെട്ടതല്ലേ. ഇപ്പോൾ ഓലയിൽ ആളുകൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ ഞാനും യൂസ് ചെയ്തു. ഞാനിപ്പോൾ ഏകദേശം ഒരു 1 year യൂസ് ചെയ്തു. ഏകദേശം ഞാൻ നല്ല കിലോമീറ്റർ ഓടി, ഒരു 30,000 കിലോമീറ്റർ ഓടി. കാരണം എന്താ വെച്ചാൽ വണ്ടി വീട്ടിൽ വെറുതെ നിൽക്കാറില്ല. അച്ഛൻ ഉപയോഗിക്കും, ഞാൻ ഉപയോഗിക്കും, അനിയൻ ഉപയോഗിക്കും. കാരണം എന്ന് വെച്ചാൽ പെട്രോൾ അടിക്കേണ്ടല്ലോ എന്നുള്ളതാണ് അതിലത്തെ. കാരണം വീട്ടിലും പുറത്തേക്കൊക്കെ ഓടാനൊക്കെ തന്നെ നന്നായി ഉപയോഗിക്കും. പക്ഷെ അപ്പം അത് നമുക്ക് എവിടെയും സ്റ്റക്ക് ആവുന്നില്ല, നമ്മുടെ പർപ്പസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ഒരു ഇഷ്യൂസും ഉണ്ടാക്കുന്നില്ല. പിന്നെ കറണ്ട് ബില്ലൊന്നും ഒട്ടും കൂടിയിട്ടില്ല. വീട്ടിൽ നോർമലി എന്താണോ കറണ്ട് ബില്ല് നേരത്തെ അടയ്ക്കുന്നത് സെയിം തന്നെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഒരു ബൈക്ക് എടുക്കുമ്പോൾ അടുത്തത് ഒരു ഏതർ എടുത്താലോ എന്ന് ആലോചിക്കുന്നതിൽ തെറ്റില്ല. അപ്പം ആ അതെ 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 അതെ. അല്ല ഇനിയിപ്പോൾ ഇത് താഴെ വരുമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചിലപ്പം താഴെ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ EV സെഗ്മെന്റിലുള്ള ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ബബിൾ ഉണ്ട്. കാരണം എല്ലാവരും EV കയറും എന്നുള്ള ഒരു ഇതുമായിട്ടാണല്ലോ എപ്പോഴും എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് IT സെക്ടറിൽ അല്ലെങ്കിൽ AI ഉണ്ടായ പോലെയുള്ള ബബിള് തന്നെ ഈ EV സെക്ടറിലും ഉണ്ട്. അപ്പം അവിടെ എന്താ പ്രശ്നം വരിക വെച്ചാൽ ഈ ടെക്നോളജിയിൽ പെട്ടെന്നൊരു ചേഞ്ച് വരികയും ഇപ്പോൾ ഏതറിൻ്റെക്കാൾ ഒരു ബെറ്റർ ടെക്നോളജി ആയിട്ട് അടുത്ത മാസം ഓല മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരും ഈ ഓലേനെ മീൻസ് ഏതറിനെ കളഞ്ഞ് നേരെ ഓലയിലേക്ക് ചാടും. അപ്പം അത് ഇപ്പോൾ ഇവൻതോ നമ്മളിപ്പോൾ ഞാൻ ബൈക്ക് എടുത്തു എന്ന് പറഞ്ഞു, 1 വർഷം 1.5 വർഷം ഒരു വർഷം കഴിഞ്ഞു എന്ന് പറയുന്നു. എന്നാൽ പോലും എൻ്റെ ഒരു മൈൻഡിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഇതിന് മുൻപേ മീൻസ് നമ്മൾ ഫസ്റ്റ് ബൈക്ക് എടുത്തത് കുറേ മുൻപേ, 10, 20, 25 വർഷമൊക്കെ വീട്ടിൽ കിടക്കുന്ന ബൈക്ക് എന്ന് വെച്ചാൽ പാഷനൊക്കെയാണ്. അതിന് ഇതുവരെ ഇപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ട്. പക്ഷേ ഈ ഏതറിൻ്റെ സ്കൂട്ടർ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒരു 3 വർഷം കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ ടെക്നോളജി ആയിട്ട് ഒരു കമ്പനി വരുവാണെങ്കിൽ അവിടെ ആ സമയത്ത് ചിലപ്പം പെട്ടെന്നായിട്ടുള്ളൊരു
ഷെയർ പ്രൈസിൽ ഡിപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്നാണ്. ആ ഒരു ഹൈ റിസ്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് മാർക്കറ്റ് ഈ ഒരു സെഗ്മെന്റിൽ. ആ ആ ആ ഉം, 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 ഉം. അത് അല്ല, അവിടെ എനിക്ക് തോന്നുന്നു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനിൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും വരാനുള്ള ഒരു സാധ്യത ആയിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ ഞാ ആ, അല്ല എന്ന് വെച്ചാൽ രസം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഇന്നാള് കുറച്ചായി ഒരു 6 മാസമൊക്കെ ആയിക്കോണെന്ന് തോന്നുന്നു, ഈ ടാറ്റയുടെ നമ്മുടെ ഈ ഇതിന്റെ ഫണ്ട് മാനേജർ വന്നായിരുന്നു കോഴിക്കോട്, ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ അഭിഷേക് ശർമ്മ. അപ്പൊ അയാളുമായിട്ട് ഇതേപോലെ ടാറ്റയിൽ നിന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു, നമ്മളും പോയായിരുന്നു. പക്ഷെ അവര് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വേലയല്ല, ഭയങ്കര കൂളായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ഈ മാർക്കറ്റിൽ നമ്മൾ പറയുന്നില്ല ഇപ്പോൾ ഏതർ ഇത്ര കയറി അല്ലെ വേറെ ഏതെങ്കിലും ഒരു ഷെയർ ഇത്ര കയറി, അതൊന്നും അയാളെ എഫക്റ്റ് ചെയ്യുന്നില്ല. അയാൾ അതിലൊന്നും ആ നോയ്സിലൊന്നും അയാൾ ബോധേഡല്ല. ആള് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് വളരെ സേഫ് ആയിട്ട് മാർക്കറ്റിൽ പാർക്ക് ചെയ്യുക, അതിനൊരു 15-16% ആവറേജ് റിട്ടേണിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ ഭീകരമായുള്ള റിട്ടേൺ ഉണ്ടാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നേ ഇല്ലാത്ത പോലെയാണ് ആളുടെ സംസാരത്തിൽ എനിക്ക് തോന്നിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബിഗർ പ്ലേയേഴ്സ് ഒന്നും തന്നെ ഈ ചെറിയ കമ്പനീസിന്റെ പുറകെ ഒരു പരിധിക്കപ്പുറം വരെ ആരും പോവാറില്ല എന്നാ തോന്നുന്നത്. ഉം. ആ ആ ഓക്കെ. ആ ഉം, 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 ഉം. ആ അതെ. ഉം, 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 ഉം. ബാക്കിയുള്ളവരത് അതെ അതെ. ഉം, ഉം. പിന്നെ അതെ അതെ അതെ. അതായത് ഒരു ട്രേഡിംഗ് പേഴ്സ്പെക്റ്റീവ് ഉള്ള ഒരാൾ മാത്രമാണല്ലോ ഇങ്ങനത്തെ ഷെയർസിനെ എടുത്തിട്ട് പോവുക. കുറച്ചും കൂടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ്, ഒരു ലോങ് ടേം കീപ്പ് ചെയ്യാന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നേരത്തെ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനീസിനെ ഫില്ല് ചെയ്യാം. പിന്നെ ഈ അതിൽ തന്നെ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും മോത്തിലാലൊക്കെ ആയിട്ടാണ് കാണാറ്. അവരുടെ അതെ 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 അതെ. കാരണം ഇപ്പോൾ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, മോത്തിലാലിന്റെ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരുന്നു മോത്തിലാൽ മിഡ് ക്യാപ് ഫണ്ട്. അത് ഇപ്പോൾ അത് ഒരു അത്ര പെർഫോമിംഗ് ഫണ്ട് അല്ല. അതിന് മെയിൻ റീസൺ എന്നുള്ളത് അവിടെ അതിലെ മെയിൻ സ്റ്റോക്കുകൾ അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്, ഒരു PMSനേക്കാൾ കോൺസെൻട്രേറ്റഡ് ആണ്. ഒരു 15-16 ഷെയർസ് ആണ് അവർ ഇനീഷ്യൽ കഴിഞ്ഞ വർഷമൊക്കെ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ ഷെയറിൽ 10% ഒക്കെയാണ് അലോക്കേഷൻസ് കൊടുത്തത്. ആ 10% വരുന്ന ഒരു ഷെയർ ആയിരുന്നു കല്യാൺ ജ്വല്ലേഴ്സ്. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് നല്ല പെട്ടെന്ന് അങ്ങോട്ട് താഴെ പോയി. ഈ റിലേഷനൊക്കെ അതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് അത്ര പ്യുവർ അല്ല എന്നൊക്കെ പറഞ്ഞ് വന്ന സമയത്ത് രണ്ട് സ്ഥലത്തും റെയ്ഡൊക്കെ വന്ന സമയത്ത് കല്യാൺ ജ്വല്ലേഴ്സ് പെട്ടെന്ന് താഴെ പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പോർട്ട്ഫോളിയോസ് ഒക്കെ താഴെ പോയി. അതിനുശേഷം ഇതേപോലെ 1-2 ഷെയർസിൽ വേറെയും ഇതേപോലെ IT സെക്ടേഴ്സിലൊക്കെ വന്ന സമയത്ത് പ്രിസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഒക്കെ കുറച്ച് താഴെ വന്ന്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കുറച്ച് താഴെ പോയി. പിന്നീട് ഇപ്പോഴും അത് തിരിച്ച് റിക്കവർ ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ അവരുടെ സ്റ്റൈൽ കുറച്ച് മാറി. ഏകദേശം ഒരു 23-24 ഷെയർസ് 25 ഷെയർസിലേക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ അവർ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുണ്ട്, അവർ പോലും ഇത്തരം ചെറിയ കമ്പനീസിനെ അധികം എടുക്കുന്നില്ല. അപ്പം നമ്മളും പതുക്കെ ഒരു ലോങ് ടേം വിഷനുള്ള ഇൻവെസ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അല്പം കൂടെ ക്യാപിറ്റലൈസേഷൻ ഒക്കെ ഉള്ള, മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ഉള്ള, പിന്നെ ഈ ഉം, 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 ഉം. അതെ അതെ. കാരണം അതെ, ഹാൻഡിൽ ചെയ്യുന്ന എമൗണ്ട് ഹ്യൂജ് അല്ലേ. ആ
അതെ 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 ഓട്ടോമാറ്റിക് അതെ 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 1% എൻട്രി എന്ന് പറയുമ്പോൾ അല്ല ഈ വൺ അതെ 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 5000 കോടി എന്ന് പറയുന്ന സമയത്ത് ഈ മോത്തിലാലിന്റെ ഫണ്ടിന്റെ ഒക്കെ 1% ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഒരു 5% ആയിരിക്കും വരിക. അതെ, ഒരു 5% ആയിരിക്കും വരിക. പിന്നെ ശരിക്കും നമുക്ക് സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇതേപോലെ എക്സ്പോഷേഴ്സ് എടുക്കുന്ന ഫണ്ടുകളെ ജസ്റ്റ് വേണേൽ നമുക്ക് ഒന്നും കൂടെ നോക്കാൻ പറ്റും. അതിൽ നമ്മളുടെ ബെറ്റർ ആയിട്ടുള്ള ഫണ്ടുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം സ്മോൾ ക്യാപ്പിൽ തന്നെ അവർ കുറച്ചും കൂടെ 250 കമ്പനീസിനൊക്കെ എടുക്കണമെങ്കിൽ ആ കമ്പനീസിന് കുറച്ചും കൂടെ ഒരു മാർക്കറ്റ് റിലവൻസ് ഉള്ള കമ്പനീസിനെ ആയിരിക്കില്ല എപ്പോഴും എടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടെ നല്ല ബെറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം എറൗണ്ട് ഓക്കെ, ജസ്റ്റ് ഒരു ഒരു ജസ്റ്റ് ഈ ഒരു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവോ? നമുക്ക് നാളത്തേക്ക് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു പ്രോബ്ലം. ബാക്കി നമുക്ക് ഏതാണ് സ്ക്രീന് വരില്ല. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയ്ഡല്ല, ഷെയ്ഡാണല്ലോ, ഒന്നും കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്, ഒന്നും കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നത് കുറച്ച് ഏരിയാസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പക്ഷേ നമുക്ക് നാളെ നോക്കുകയും ചെയ്യാം. നാളെ നമുക്ക് അടുത്ത 2 റേഷ്യോസ് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ എപ്പോഴും ചോദിക്കുന്നതാണ്, ലിക്വിഡിറ്റി റേഷ്യോസും അതേപോലെ തന്നെ മീൻസ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ലീവറേജ് റേഷ്യോസ് ഒക്കെ ചോദിക്കുന്നതാണ്. ആ ഏരിയാസും കൂടെ നെക്സ്റ്റ് നാളെ നമുക്ക് ട്രൈ ചെയ്യാം. അതിനുശേഷം ഈ എല്ലാ റേഷ്യോസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നാളെ ഇരുന്നാലോ? 7:30 ഓക്കെ. ഇന്ന് ബാക്കി മറ്റേ പിള്ളേരെ ഒന്ന് വിളിച്ചു നോക്കണം. അവർ ഇന്നലെ സെഷനിൽ ഉണ്ടായിരുന്നില്ല, ഇന്നും ഇല്ല. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണോ എന്ന് അറിയില്ല. അവരൊന്ന് വിളിച്ചു നോക്കണം എന്നാൽ. ശരി എന്നാ നാളെ കാണാം എന്നാൽ. ശരി.